നമസ്കാരം. നമസ്കാരമുണ്ട് കേരള മലയാളീസ്. എൻ്റെ പേര് ലെനിൻ മാത്യു. നമസ്കാരമുണ്ട് മീര ജാസ്മിൻ അമ്മേ, മീര ജാസ്മിൻ അമ്മച്ചന്മാരെ. എനിക്ക് മീര ജാസ്മിനെ കല്യാണം കഴിക്കണം. ആൻറ്റി, ഞങ്ങൾ ദൈവ കുടുംബമാണ്. മീര ജാസ്മിൻ അമ്മേ, ഞങ്ങൾ ദൈവ കുടുംബമാണ്. ഞങ്ങളാ സൃഷ്ടിച്ചത് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, ശാപ്പാട് ഭൂമിയിൽ നിന്ന് ഉണ്ടാവുന്നത്, ചെടിയൊക്കെ മുളയ്ക്കുന്നത്, പിന്നെ കുട്ടികളെ ജനിപ്പിക്കുന്നത് ഇന്നത്തെ കാലം വരെ ഞങ്ങളാണ്. ഇനി വരാൻ പോകുന്ന കാലവും ഞങ്ങളാ നോക്കണ്ടേ. ഞങ്ങളുടെ കാതിൻ്റെ വിശേഷം ഇല്ലാണ്ട് ഈ ഒരു കുട്ടികളും ജനിക്കില്ല, ഒരു ചെടിയും പൂക്കത്തില്ല, ഒരു ചെടിയും ശാപ്പാട് ഉണ്ടാവത്തില്ല ഭൂമിയിൽ. ഇത് സത്യമാണ്. കഥ ഞാൻ എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ സത്യം അറിയണമെങ്കിൽ മാതാ അമൃതമായ അടുത്ത് വിളിച്ചു ചോദിച്ചാൽ മതി. മാതാ അമൃതമായ ഫസ്റ്റ് സ്ത്രീ എൻ്റെ അമ്മാമ്മ പാമ്പീന്ന് എടുത്ത ഫസ്റ്റ് സ്ത്രീയാ മാതാ അമൃതമായ. 5000 വർഷമായിട്ട് ജീവിക്കുന്നുണ്ട് അവർ ഭൂമിയിൽ. ഇത് ചോദിച്ചു നോക്കുക, അവർ സത്യം പറയും. സത്യം എന്ന് പറയും. ഞങ്ങൾ ദൈവങ്ങളെ ആൻറ്റി, ദൈവ കുടുംബമാണ് ആൻറ്റി. മീര ജാസ്മിനമ്മേ, എനിക്ക് മീര ജാസ്മിനെ കല്യാണം കഴിക്കണം. ഒന്ന് ഫോൺ വിളിക്കും. നല്ല കുടുംബം ആൻറ്റി. ഞങ്ങൾ പ്ലീസ് ഒന്ന് വിളിക്കുമോ? ഞാൻ കുറേ വർഷമായിട്ട് കാത്തിരിക്കുക. പ്ലീസ് മീര ജാസ്മിനമ്മേ, എനിക്ക് മീര ജാസ്മിനെ കല്യാണം കഴിക്കണം. എന്നെ ഒന്ന് ഫോൺ വിളിക്കും. മീര ജാസ്മിൻ, പ്ലീസ് കോൾ മീ. താങ്ക് യു, ലെനിൻ മാത്യു. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ചൊല്ലുണ്ട്. കേരളത്തിൽ ഓരോ ദിവസവും ഓരോ പുതിയ കിളി പോയവന്മാർ ജനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓരോ പുതിയ വട്ടന്മാർ അല്ലെങ്കിൽ പ്രാന്തന്മാർ ജനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഒരു സിനിമയൊക്കെ പുതിയതായിട്ട് റിലീസാകുമ്പോഴാണ് ഈ എറണാകുളത്തുള്ള സവിത തിയേറ്ററിലൊക്കെ ഇതുപോലെ ഈ ആറാട്ടണ്ണൻ എന്നൊക്കെ അറിയപ്പെടുന്ന സന്തോഷ് വർക്കി, പിന്നെ അലിൻ ജോസ് പെരേര തുടങ്ങിയ അവരുടെ തരത്തിലുള്ള ചില കോപ്രായങ്ങളും അവരെയൊക്കെ വിളിച്ചുകൊണ്ടുപോയി അവാർഡ് കൊടുക്കാനും വേദി കൊടുക്കാനും മത്സരിക്കുന്ന ചില കൂട്ടർ. ആ കൂട്ടത്തിൽ ഏറ്റവും പുതിയ ഐറ്റമാണെന്ന് തോന്നുന്നു ഈ ലെനിൻ മാത്യു എന്ന് പറഞ്ഞ ഐറ്റം. അയാൾ ആവശ്യം കേട്ടില്ലേ, നടി മീര ജാസ്മിനെ അയാൾക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുക്കണം എന്ന് മീര ജാസ്മിൻ്റെ മാതാപിതാക്കളോട് ആവശ്യപ്പെടുകയാണ്. മാമന്മാരോടൊക്കെ ആവശ്യപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇയാളുടെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ്, ഞാനത് കാണിച്ചിട്ടില്ലെന്നുള്ളൂ. ഇയാളുടെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടാണ് ഇയാൾ ഈ സോഷ്യൽ മീഡിയ കൂടെ വന്നിട്ട് ഇങ്ങനെ ആവശ്യപ്പെടുന്നത്. അയാളെ വിചിത്രമായിട്ടുള്ള കാര്യം, മാതാ അമൃതാനന്ദമയി, അയാൾ പറഞ്ഞു വരുമ്പോൾ അമൃതമയി എന്നാണ് പറയുന്നത്, അമൃതാനന്ദമയി എന്നാണ്. പക്ഷേ അമൃതമയി അയാളുടെ കുടുംബക്കാരനാണ് എന്ന തരത്തിലാണ്. അവർ ദൈവ കുടുംബമാണ്, ദൈവ ഫാമിലിയാണ്. അതിനാൽ അയാൾക്ക് മീര ജാസ്മിനെ കെട്ടിച്ചു കൊടുക്കണം എന്നാണ് അയാൾ ആവശ്യപ്പെടുന്നത്. എന്തൊക്കെ തരം ആളുകളെയാണ് നമ്മൾ ഓരോ ദിവസവും കാണുന്നത്. ഇനി ഇയാളെ പൊക്കിക്കൊണ്ട് നടക്കാനും കുറേ ആളുകൾ കാണും, ഇയാൾക്ക് വേദി കൊടുക്കാനും കുറേ ആളുകൾ കാണും. ഇതാണ് നമ്മൾ ഓരോ ദിവസം നമ്മൾ ഈ വലിയ പ്രബുദ്ധതയൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കോപ്രായം കാണിച്ചാൽ 4 പേര് ശ്രദ്ധിക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ താങ്ങിപ്പിടിച്ചുകൊണ്ട് നടക്കാൻ ആളുകളുണ്ടെന്നുള്ളതാണ് നമുക്ക് ഭയങ്കരമായിട്ട് അത് ഈ പ്രബുദ്ധതയും ഈ സംഗതിയും കൂടെ ഒരു രീതിയിലും ഒത്തുപോകുന്നില്ല. നമുക്കറിയാം, ഞാൻ ആളുടെ ഫോട്ടോ ഒന്നും കാണിക്കുന്നില്ല. അശ്ലീല ചിത്രങ്ങൾ നിർമ്മിച്ചിട്ട് അതിൻ്റെ സ്വന്തം കെട്ടിയനാണ് കൂടെ നിൽക്കുന്നത്. അങ്ങനെ അശ്ലീല ചിത്രങ്ങൾ നിർമ്മിക്കുകയും അത് കാശ് വാങ്ങി തന്നെയാണ് കാണിക്കുകയും മറ്റുമൊക്കെ ചെയ്തത്. അപ്പോൾ അത്തരം ഒരു ദമ്പതിമാർക്ക് നമ്മുടെ കേരളത്തിൽ വിളിച്ച് അവാർഡ് കൊടുത്തു. ആ അവാർഡുമൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. വില കൂടിയ കാറുകളൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ മുന്നിൽ നിന്നിട്ട് താക്കോല് വാങ്ങുന്ന ആ ചിത്രമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇട്ട് കൊടുത്തിരിക്കുകയാണ്. എന്ത് തരം സന്ദേശമാണ് ഇവർ സമൂഹത്തിൽ നൽകുന്നത്? ചെയ്യുന്ന പണി അതാണ്. അത് കാശ് കൊടുത്ത് കാണാനും നമ്മുടെ സമൂഹത്തിൽ ആളുണ്ട്. കാരണം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ജനതയാണ് മലയാളികൾ. അപ്പോൾ അക്കൂട്ടത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള കോമാളിത്തരങ്ങളും ഇതിപ്പോൾ വായി വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന തരത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് തന്നെ പറയാൻ. ഇപ്പം മീര ജാസ്മിൻ എന്ന വ്യക്തി വിവാഹിതയാണ് എന്നാണ് നമ്മുടെ അറിവ്. അവർ മര്യാദയ്ക്ക് ജീവിച്ചു പോവുകയാണ്, മറ്റ് വിവാഹത്തിലൊന്നുമില്ല. വിവാഹിതയായ ഒരാളെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാൾ വരുന്നത്. സത്യത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നിയമം കൊണ്ട് നിരോധിക്കേണ്ടതാണ്. സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിവാസവും വിളിച്ച് പറയാൻ കുറേ എണ്ണം അങ്ങനെ അവർ നെഗറ്റീവാണ് പറയുന്നത് അല്ലെങ്കിൽ കോപ്രായമാണ് കാണിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ ആനയിച്ചുകൊണ്ട് നടക്കാനും കുറച്ച് ആളുകൾ അങ്ങനെ നടക്കുന്നു. എങ്ങോട്ടാണ് മലയാളികളുടെ പോക്ക് എന്ന് ശരിക്കും എല്ലാവരുമാണ് അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്. ഇത്തരക്കാർക്ക് യാതൊരു തരത്തിലും വിസിബിലിറ്റി കൊടുക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ആളുകൾക്കൊരു നാണവും മാനവുമെങ്കിലും തോന്നിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കേസൊന്നും എടുക്കാത്തതാണ്. പക്ഷേ ഒരാൾക്കും എൻ്റെ അറിവിൽ ഇപ്പോൾ ആർക്കും ഒരു ഉപദ്രവം ഇപ്പോഴും നേരത്തെ ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ ജീവിച്ചു പോകുന്ന വ്യക്തിയാണ് മീര ജാസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തി. അപ്പോൾ ആ വ്യക്തിയോട് ആ സൗന്ദര്യം കണ്ടിട്ടോ അഭിനയം കണ്ടിട്ടോ ഒക്കെ ഫാൻസായിട്ട് ക്രൈസ് തോന്നുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉള്ളവരുണ്ട്. പക്ഷേ ഇതേപോലെ പരസ്യമായിട്ട് വന്നിട്ട് വിളിച്ച് പറയുന്നു, എന്നിട്ട് അവരുടെ മാതാപിതാക്കളോട് പറയുന്നത് എനിക്ക് കെട്ടിച്ചു തരണമെന്ന്. അവർ നിലവിൽ മറ്റൊരാളുടെ ഭാര്യയാണ്. ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുത്ത് പിടിച്ച് അകത്തിടുകയാണ് ചെയ്യുന്നത്.